നമസ്കാരം, ഞാൻ ശ്രീകുട്ടി. പ്രധാന വാർത്തകൾ. ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ നിർമ്മിച്ച 20 വീടുകളുടെ താക്കോൽ കൈമാറി. ഉമ്മൻചാണ്ടിയുടെ ജന്മദിനത്തിൽ കാരുണ്യ പദ്ധതികളുടെ നിറമഴ. ദേവസ്വം ക്ഷേത്രങ്ങളുടെ മോചനത്തിനായി കർമ്മ പദ്ധതികൾ ആവിഷ്കരിക്കാൻ ഹിന്ദു ഐക്യവേദി. നവംബർ 12-ന് എറണാകുളത്തെ ടെമ്പിൾ പാർലമെന്റ്. പരുമല തിരുമേനിയുടെ ഓർമ്മ പെരുന്നാളിന് തുടക്കം. ഇടുക്കി കോട്ടയം ഭദ്രാസനങ്ങളുടെ പദയാത്ര ഭക്തിസാന്ദ്രം. പൂൺകുന്നം ഗവൺമെന്റ് GHSൽ 88 ലക്ഷം രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കം. സർക്കാർ സ്കൂളുകൾ മികവിന്റെ കേന്ദ്രങ്ങളെന്ന് തെളിയിക്കുകയാണെന്ന് മന്ത്രി VN വാസവൻ. വാർത്തകൾ വിശദമായി. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 82ാം ജന്മദിന സമ്മേളനം നടന്നു. ഇതോടനുബന്ധിച്ച് 20 വീടുകളുടെ താക്കോൽ കൈമാറി. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 82ാം ജന്മദിന സമ്മേളനം പുതുപ്പള്ളിയിൽ നടന്നു. പുതുപ്പള്ളി സെന്റ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളി ഓഡിറ്റോറിയത്തിൽ ജസ്റ്റിസ് KT തോമസ് ജന്മദിന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. നാടിനെ അറിഞ്ഞ ജനനേതാവായിരുന്നു ഉമ്മൻചാണ്ടിയെന്ന് ജസ്റ്റിസ് KT തോമസ് പറഞ്ഞു. ഒരു വ്യക്തിക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ യാത്രയയപ്പാണ് ഉമ്മൻചാണ്ടിക്ക് ലഭിച്ചതെന്നും ജസ്റ്റിസ് KT തോമസ് കൂട്ടിച്ചേർത്തു. ജനശ്രദ്ധയെ പുറത്തെടുത്ത ഒരു ശവസംസ്കാരം അതിൻ്റെ യാത്ര അതുകൊണ്ട് ഉമ്മൻചാണ്ടി ഒരിക്കൽ പോലും ഉമ്മൻചാണ്ടിയെ കൈവിട്ടു. ചാണ്ടി ഉമ്മൻ MLA അധ്യക്ഷനായി. മുൻ MLA K ശിവദാസൻ നായർ മുഖ്യപ്രഭാഷണം നടത്തി. പുതുപ്പള്ളി പള്ളി വികാരി ഫാദർ ആൻഡ്രൂസ് T ജോൺ അനുസ്മരണ പ്രഭാഷണം നടത്തി. KPCC ജനറൽ സെക്രട്ടറിമാരായി തെരഞ്ഞെടുക്കപ്പെട്ട ജോഷി ഫിലിപ്പ്, ഫിൽസൺ മാത്യൂസ് എന്നിവരെ ആദരിച്ചു. ബെന്നി ബെഹന്നാൻ MP, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA, മറിയാമ്മ ഉമ്മൻ, ഡോക്ടർ മറിയം ഉമ്മൻ, UDF നിയോജക മണ്ഡലം കൺവീനർ കുഞ്ഞ് പുതുശ്ശേരി തുടങ്ങിയവർ പങ്കെടുത്തു. ഉമ്മൻചാണ്ടിയുടെ ജന്മദിനത്തിൽ ഉമ്മൻചാണ്ടി ഫൗണ്ടേഷന്റെ നേതൃത്വത്തിലുള്ള വിവിധ കാരുണ്യ പദ്ധതികളുടെ ഉദ്ഘാടനവും നടന്നു. ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ നിർമ്മിച്ചു നൽകുന്ന 53 വീടുകളിൽ 20 വീടുകളുടെ താക്കോൽ സമർപ്പണവും നടന്നു. ബെന്നി ബെഹന്നാൻ MP, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA, മറിയാമ്മ ഉമ്മൻ എന്നിവർ ചേർന്ന് താക്കോൽ സമർപ്പണം നിർവഹിച്ചു. ഉമ്മൻചാണ്ടിയുടെ കല്ലറയ്ക്ക് മുൻപിൽ വെച്ചാണ് നിർധന വിദ്യാർത്ഥികൾക്കുള്ള വിദ്യാഹസ്തം പദ്ധതിയുടെ ഭാഗമായി സ്കോളർഷിപ്പ് വിതരണം ചെയ്തത്. ചാണ്ടി ഉമ്മൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. 1155 കുട്ടികൾക്കാണ് സ്കോളർഷിപ്പ് നൽകിയത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കേരളത്തിലെ ദേവസ്വം ക്ഷേത്രങ്ങളുടെ മോചനത്തിനായി ഹിന്ദു ഐക്യവേദി ടെമ്പിൾ പാർലമെന്റ് നടത്തുന്നു. ഈ മാസം 12-ന് എറണാകുളത്താണ് പരിപാടി. കേരളത്തിലെ ദേവസ്വം ക്ഷേത്രങ്ങളുടെ മോചനത്തിനായി കർമ്മ പദ്ധതികൾ ആവിഷ്കരിക്കാൻ ക്ഷേത്രപ്രവേശന വിളംബര ദിനമായ നവംബർ 12-ന് ടെമ്പിൾ പാർലമെന്റ് വിളിച്ചു ചേർക്കുമെന്ന് ഹിന്ദു ഐക്യവേദി നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. എറണാകുളം എളമക്കര ഭാസ്കരീയം കൺവെൻഷൻ സെന്ററിലാണ് ഹിന്ദു പാർലമെന്റ് വിളിച്ചു ചേർക്കുന്നത്. സംസ്ഥാനത്തെ സന്യാസി വര്യന്മാർ, ധർമ്മഗുരുക്കന്മാർ, താന്ത്രിക ശ്രേഷ്ഠന്മാർ, ആധ്യാത്മിക ആചാര്യന്മാർ, സപ്താഹ ആചാര്യന്മാർ, ആധ്യാത്മിക ഭക്തജന സംഘടനാ നേതാക്കൾ, ക്ഷേത്രസമിതികളുടെ ഭാരവാഹികൾ, പ്രമുഖ ഹൈന്ദവ നേതാക്കൾ എന്നിവരാണ് ടെമ്പിൾ പാർലമെന്റിൽ പങ്കെടുക്കുന്നത്. സംസ്ഥാനത്തെ ശബരിമല ക്ഷേത്രം അടക്കമുള്ള മഹാക്ഷേത്രങ്ങൾ ദേവസ്വം ഭരണാധികാരികളായ അമ്പലക്കള്ളന്മാരുടെയും സ്വർണ്ണക്കൊള്ളക്കാരുടെയും വിഹാരരംഗമായി മാറിയെന്ന് ഹിന്ദു ഐക്യവേദി നേതാക്കൾ പറഞ്ഞു. ഭക്തർ സമർപ്പിക്കുന്ന വഴിപാട് വസ്തുക്കൾ ക്ഷേത്ര ഭരണക്കാർ തന്നെ കൊള്ളയടിക്കുന്ന നിരവധി സംഭവങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞു. വേലി തന്നെ വിളവ് തിന്നുന്ന വാർത്തകളാണ് പുറത്തുവരുന്നതെന്ന് നേതാക്കൾ ആരോപിച്ചു. സംസ്ഥാന വ്യാപക പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുക്കാൻ ഹൈന്ദവ പ്രസ്ഥാനങ്ങൾ തീരുമാനിച്ചിരിക്കുക. അതിനുവേണ്ടുന്ന കർമ്മ പദ്ധതികളും ആവിഷ്കരിക്കുവാൻ വേണ്ടി ക്ഷേത്രപ്രവേശന വിളംബര ദിനമായ നവംബർ 12-ന് എറണാകുളത്ത് വെച്ച് ഒരു ടെമ്പിൾ പാർലമെന്റ് വിളിച്ചു ചേർക്കാൻ ഹിന്ദു സംഘടനകൾ തീരുമാനിച്ചു. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ആധ്യാത്മിക ആചാര്യന്മാർ, അതുപോലെ സന്യാസിവര്യന്മാർ, ധർമ്മഗുരുക്കന്മാർ, താന്ത്രിക ശ്രേഷ്ഠന്മാർ, അതുപോലെ മേൽശാന്തിമാർ, സപ്താഹ ആചാര്യന്മാർ, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങൾ ക്ഷേത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം ആധികാരികമായി അഭിപ്രായം പറയാൻ കഴിയുന്നു. അതുപോലെ ക്ഷേത്ര ഉപദേശക സമിതി, ക്ഷേമസമിതി ഭാരവാഹികൾ എന്നിവരുടെ ഒരു സമ്മേളനമാണ് വിളിച്ചിരിക്കുന്നത്.
കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുവകകൾ അന്യാധീനപ്പെട്ടിരിക്കുന്നു. കൃത്യമായ വരവ് ചിലവ് കണക്കുകൾ പോലും ക്ഷേത്രങ്ങൾക്കോ ദേവസ്വം ബോർഡുകൾക്കോ ഇല്ല. മരാമത്ത് പണിയുടെ ടെൻഡറുകൾ, കരാർ ഉടമ്പടികൾ, സൈറ്റ് മഹസറുകൾ ഇതൊന്നും തന്നെ കൃത്യമായി സൂക്ഷിച്ചിട്ടില്ല. 10,000-കണക്കിന് ഏക്കർ ഭൂമികൾ കഴിഞ്ഞ 75 വർഷം കൊണ്ട് ദേവസ്വം ക്ഷേത്രങ്ങൾക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞതായും ഹിന്ദു ഐക്യവേദി പറഞ്ഞു. ദേവസ്വം ക്ഷേത്രങ്ങളിലെ കൊള്ളകൾ കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കുക, ദേവസ്വം ബോർഡ് പിരിച്ചുവിട്ട് ക്ഷേത്രഭരണം വിശ്വാസികളെ ഏൽപ്പിക്കുക, അന്യാധീനപ്പെട്ട സ്വത്ത് ക്ഷേത്രങ്ങൾക്ക് തിരിച്ചുപിടിച്ചു നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഹിന്ദു പാർലമെന്റ് ഉന്നയിക്കും. ദേവസ്വം ഭരണത്തിലുള്ള സർക്കാർ വീഴ്ചകളും കെടുകാര്യസ്ഥതയും അഴിമതിയും തുറന്നുകാട്ടുന്ന കുറ്റപത്രം ടെമ്പിൾ പാർലമെന്റിൽ അവതരിപ്പിച്ച് ചർച്ച ചെയ്യുമെന്നും നേതാക്കൾ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ES ബിജു, സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രൊഫസർ T ഹരിലാൽ, അനിത ജനാർദ്ദനൻ, മഹിളാ ഐക്യവേദി സംസ്ഥാന അധ്യക്ഷ ബിന്ദു മോഹനൻ, ജില്ലാ ജനറൽ സെക്രട്ടറി കൃഷ്ണകുമാർ കുമ്മനം എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പരുമല തിരുമേനിയുടെ 123-ാം ഓർമ്മ പെരുന്നാളിൽ പങ്കെടുക്കുന്നതിനായി ഇടുക്കി ഭദ്രാസനത്തിൽ നിന്നുള്ള പദയാത്ര പുറപ്പെട്ടു. നാളെ വൈകിട്ട് വിശ്വാസികൾ പരുമലയിലെത്തും. മലങ്കര ഓർത്തഡോക്സ് സഭ ഇടുക്കി ഭദ്രാസനം യുവജന പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ ഹൈറേഞ്ചിന്റെ പരുമല എന്നറിയപ്പെടുന്ന പുറ്റടി കർമ്മേൽ മലയിൽ നിന്നും പരുമല പള്ളിയിലേക്ക് പദയാത്ര നടത്തി. ഇടുക്കി ഭദ്രാസനാധിപൻ സക്രിയാസ് മാർ സേവേറിയോസ് പദയാത്ര ഉദ്ഘാടനം ചെയ്തു. പരുമല തിരുമേനിയുടെ 123-ാം ഓർമ്മ പെരുന്നാളിൽ പങ്കെടുക്കുന്നതിനാണ് പദയാത്ര 4 ദിവസങ്ങളിലായി സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇത് 26-ാം വർഷമാണ് ഇടുക്കി ഭദ്രാസനത്തിൽ നിന്നും പദയാത്ര നടത്തുന്നത്. കോട്ടയം ഭദ്രാസനത്തിൽ നിന്നുള്ള വിശ്വാസികളും പങ്കുചേർന്നു. വൈസ് പ്രസിഡന്റ് ഫാദർ ജോസ് സാമുവേൽ, വൈദികർ, യുവജന പ്രസ്ഥാന ഭാരവാഹികൾ എന്നിവർ പദയാത്രയ്ക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. പൊൻകുന്നം ഗവൺമെന്റ് സ്കൂളിൽ ജില്ലാ പഞ്ചായത്തിന്റെ 88 ലക്ഷം രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കമായി. ഇതോടൊപ്പം സ്കൂളുകളിൽ നടപ്പാക്കുന്ന ലഹരി വിരുദ്ധ പദ്ധതിയായ ലക്ഷ്യയുടെ ജില്ലാതല ഉദ്ഘാടനവും മന്ത്രി VN വാസവൻ നിർവഹിച്ചു. പൊൻകുന്നം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ജില്ലാ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ചുള്ള വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കമായി. ഇതോടൊപ്പം ജില്ലാ പഞ്ചായത്തും എക്സൈസ് വകുപ്പും സംയുക്തമായി സ്കൂളുകളിൽ നടപ്പാക്കുന്ന ലഹരി വിരുദ്ധ പദ്ധതിയായ ലക്ഷ്യയുടെ ജില്ലാതല ഉദ്ഘാടനവും പൊൻകുന്നം ടൗൺ ഹാളിന് സമീപം 10 ലക്ഷം രൂപ മുടക്കി നിർമ്മിച്ച വനിതാ ഫിറ്റ്നസ് സെന്ററിന്റെ ഉദ്ഘാടനവും നടന്നു. തുറമുഖ ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവൻ ഉദ്ഘാടനം നിർവഹിച്ചു. യുവജനതയെ നാശത്തിലേക്ക് നയിക്കുന്ന ലഹരിക്കെതിരെ നിശ്ചയദാർഢ്യത്തോടെ പോരാടണമെന്ന് മന്ത്രി പറഞ്ഞു. ഇക്കൊല്ലത്തെ പ്രവേശനോത്സവത്തിന്റെ ഗാനം ആലപിച്ചാണ് മന്ത്രി കുട്ടികളോട് ഇക്കാര്യം ആവശ്യപ്പെട്ടത്. മഴമേഘങ്ങൾ പന്തലൊരുക്കിയ പുതുവർഷത്തിൻ പൂന്തോപ്പിൽ കളിമേളങ്ങൾ വർണ്ണം വിതറിയ അവധിക്കാലമായിരുന്നു. ഓർക്കുന്നുണ്ടോ? ഇല്ല. ഈ വർഷം അത് പഠിക്കാൻ എല്ലാ കുട്ടികൾക്കും അധ്യാപകര് പഠിച്ച് പാടിക്കൊടുക്കണം. അതായിരുന്നു ഇപ്രാവശ്യത്തെ പ്രവേശനോത്സവത്തിലെ ഗാനം. മഴമേഘങ്ങൾ പന്തലൊരുക്കിയ പുതുവർഷത്തിൻ പൂന്തോപ്പിൽ കളിമേഘങ്ങൾ വർണ്ണം വിതറിയ അവധിക്കാലമായിരുന്നു. അക്ഷരമധുരം മഴവില്ലഴകായി ഉത്സവമേളം വരവായി. അക്ഷരമധുരം മഴവില്ലഴകായി ഉത്സവമേളം വരവായി. കുസൃതി വിടർന്ന വിളിക്കോടികൾ കൗതുക ലോകം വരവായി. എത്ര മനോഹരമായിരുന്നു ആ പാട്ട്. അത് ഹൃദിസ്ഥമാക്കണ്ടേ കുട്ടികൾ, പഠിക്കണ്ടേ? മനോഹരമായി. അതിൽ തന്നെ അടുത്തൊരു സ്റ്റെപ്പ് ഇപ്പോൾ ഇവിടെ ഉദ്ഘാടനം ചെയ്യാൻ, അതുകൊണ്ടാണ് ഞാനിപ്പോൾ എടുത്തു പറയാൻ കാരണം, ഇവിടെ കൊച്ചു കിനാവിൻ ചിറകുകളരിയും ലഹരിക്കെതിരെ കൈകോർക്കാം, കലാലയങ്ങളിൽ നിന്ന് തുടങ്ങാം കരുത്തുറന്നൊരു പോരാട്ടം. ഇതാണ് എൻ്റെ അടുത്ത സ്റ്റെപ്പ്. അപ്പൊ ആ പാട്ട് പഠിച്ചിരുന്നെങ്കിൽ മനോഹരമായിട്ട് ഇപ്പോ നിങ്ങളുടെ മനസ്സിൽ നിൽക്കുമായിരുന്നു. കൊച്ചുകിനാവിൻ ചിറകുകളരിയും ലഹരിക്കെതിരെ കൈകോർക്കാം, കലാലയങ്ങളിൽ നിന്ന് തുടങ്ങാം കരുത്തുണർന്നൊരു പോരാട്ടം. അപ്പൊ ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന അതാണ്. എക്സൈസുകാരും ജില്ലാ പഞ്ചായത്തും ചേർന്ന് ലഹരി നമ്മുടെ യൗവനങ്ങളെ, കൗമാരങ്ങളെ, യൗവനങ്ങളെ ഭ്രാന്താലയത്തിലേക്ക് നയിക്കുന്ന രൂപത്തിലേക്കുള്ള ഏറ്റവും അപകടകരമായ ഒരു അപകടസഞ്ചാരത്തിന്റെ ആരംഭം കുറിക്കുന്ന നീക്കങ്ങളാണ് ലഹരിയിലൂടെ കടന്നു വരിക. ഒരാളും അതിന് വശംവദരാവരുത്. ഒരു പ്രതിജ്ഞ എടുക്കണം. നമുക്കതിനെ പോരാടണം. നിശ്ചയദാർഢ്യത്തോടെ, ലക്ഷ്യബോധത്തോടെ ഒരിക്കലും ലഹരി ഉപയോഗിക്കില്ല. ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ N ജയരാജ് അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഹേമലത പ്രേംസാഗർ, ജില്ലാ പഞ്ചായത്ത് അംഗം TN ഗിരീഷ് കുമാർ, വാഴൂർ ബ്ലോക്ക് പ്രസിഡന്റ് മുകേഷ് K മണി, ചിറക്കടവ് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CR ശ്രീകുമാർ, വൈസ് പ്രസിഡന്റ് സതീഷ് സുരേന്ദ്രൻ, മിനി സേതുനാഥ് തുടങ്ങിയവർ പങ്കെടുത്തു.
പൊതുവിദ്യാലയങ്ങളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് കോട്ടയം ജില്ലാ പഞ്ചായത്ത് പൊൻകുന്ന് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ 88 ലക്ഷം രൂപയുടെ വിവിധ പദ്ധതികൾ നടപ്പാക്കുന്നത്. കളിസ്ഥലം നിർമ്മാണവും പ്രവേശന കവാടത്തിനും 40 ലക്ഷവും, ടോയ്ലറ്റ് ബ്ലോക്കിന് 15 ലക്ഷവും, ചുറ്റുമതിൽ നിർമ്മാണത്തിന് 15 ലക്ഷം രൂപയും, സോളാർ പാനൽ സ്ഥാപിക്കാൻ 8 ലക്ഷം രൂപയുമാണ് ജില്ലാ പഞ്ചായത്ത് അനുവദിച്ചത്. ഇതോടൊപ്പം 10 ലക്ഷം രൂപ മുടക്കി നവീകരിച്ച കെമിസ്ട്രി ലാബിന്റെ സമർപ്പണവും നടന്നു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. പുതുപ്പള്ളി പഞ്ചായത്ത് SC വിഭാഗങ്ങൾക്കായുള്ള ശ്മശാനം തുറന്നു നൽകി. 6 ലക്ഷം രൂപയാണ് നവീകരണത്തിന് ഉപയോഗിച്ചത്. പുതുപ്പള്ളി പഞ്ചായത്തിലെ SC വിഭാഗങ്ങൾക്കായുള്ള ശ്മശാനം നവീകരിച്ച് തുറന്നുകൊടുത്തു. നാളുകളായി ഇവിടം കാടുകയറി വനത്തിന് സമാനമായി കിടക്കുകയായിരുന്നു. സംസ്കാര ചടങ്ങുകൾക്ക് മുൻപ് പ്രദേശത്തെ കാട് വെട്ടിത്തെളിക്കേണ്ട അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. പള്ളം ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് അനുവദിച്ച 5 ലക്ഷം രൂപയും പുതുപ്പള്ളി പഞ്ചായത്ത് ഫണ്ടായ 1 ലക്ഷം രൂപയും ചേർത്ത് 6 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് ശ്മശാനം നവീകരിച്ചത്. പള്ളം ബ്ലോക്ക് പ്രസിഡന്റ് പ്രൊഫസർ ടോമിച്ചൻ ജോസഫ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പൊന്നമ്മ ചന്ദ്രൻ, റൈച്ചൽ കുര്യൻ, വൈസ് പ്രസിഡന്റ് പ്രമോദ് കുര്യാക്കോസ്, വാർഡ് മെമ്പർമാരായ ശാന്തമ്മ തോമസ്, വിഷ്ണു പ്രതാപ്, ജിനു ജോൺ, സുധൻ, ജിനു എള്ളുകാല തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയിൽ കുട്ടികളുടെ പാർക്ക് തുറന്നു. വാഴൂർ ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നന്ദാവനം എന്ന പേരിൽ കുട്ടികൾക്കായി പാർക്ക് തുറന്നിരിക്കുന്നത്. 3 ലക്ഷം രൂപ ചിലവഴിച്ചാണ് കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയിൽ പീഡിയാട്രിക് വാർഡിന് മുൻവശത്തായി കുട്ടികളുടെ പാർക്ക് നിർമ്മിച്ചിരിക്കുന്നത്. ഐസൊലേഷൻ വാർഡിലാണ് നിലവിൽ പീഡിയാട്രിക് വാർഡ് പ്രവർത്തിക്കുന്നത്. ഇതിനു മുൻപിലായാണ് നന്ദാവനം എന്ന പേരിലുള്ള കുട്ടികളുടെ പാർക്ക്. ഊഞ്ഞാൽ, സ്പ്രിംഗ് ബൈക്ക്, മെറിഗോ റൈഡർ, ആനിമൽ റൈഡർ, സീസോ, റാബിറ്റ് ബിൻ, ചാരുബെഞ്ച്, സ്വിംഗ് എന്നിവ പാർക്കിലുണ്ട്. പാർക്കിന്റെ ഉദ്ഘാടനം ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ N. ജയരാജ് നിർവഹിച്ചു. എപ്പോഴും രോഗത്തിൻ്റെ ഒരു ഇതിൽ കടന്നു വരുമ്പോൾ അവർക്കിടയ്ക്ക് ഇത്തരം ചില കളികളിലൊക്കെ ഏർപ്പെടുമ്പോൾ അത്തരം അവസ്ഥകളിലൊക്കെ തന്നെ ഒരു മോചനം. കാരണം രോഗചികിത്സ എന്ന് പറയുന്നത് കേവലം ശാരീരിക ചികിത്സ മാത്രമല്ല, അതിനപ്പുറത്തേക്ക് ഒരു മാനസികമായ തലങ്ങളെ കൂടെ സൃഷ്ടിക്കുക എന്നുള്ളത് ആധുനിക ചികിത്സയുടെ ഒരു പ്രധാനപ്പെട്ട കാഴ്ചപ്പാട് കൂടിയാണ്. ആ ഒരു നല്ല ആശയമാണ് സത്യത്തിലെ ബ്ലോക്ക് പഞ്ചായത്ത് ഏറ്റെടുത്ത് ഇന്നിവിടെ കുട്ടികൾക്ക് വേണ്ടിയുള്ള ഈ ഒരു വാർഡിൻ്റെ മുമ്പിൽ അവരുടെ വിശ്രമ സമയങ്ങളിൽ, അല്ലെങ്കിൽ അവർക്ക് മറ്റുള്ള കുട്ടികളുമായി, അല്ലെങ്കിൽ അവരെ കാണാൻ വരുന്ന ആളുകൾക്കൊക്കെ കടന്നു വരുമ്പോൾ അവർക്കും അവരോടൊപ്പം വരുന്നവർക്കൊക്കെ തന്നെ ഒരു കളിക്കാനുള്ള ഒരു സ്പോർട്സിൻ്റെ ഇടം, ഇവിടെ ഒരു ഒരു പാർക്ക് സംഘടിപ്പിക്കാൻ മുൻകൈയെടുത്തത്. ഇന്ന് നമ്മുടെ പഴയ കാലത്തിൽ നിന്നൊക്കെ നമ്മുടെ വികസനത്തിൻ്റെ കാഴ്ചപ്പാടുകൾ മാറുന്നൊരു കാലഘട്ടമാണ്. ഈ വലിയ കെട്ടിടങ്ങളും നിർമ്മാണങ്ങളും മാത്രമല്ല, അതിനോടൊപ്പമുള്ള അനുബന്ധമായ പ്രവർത്തനങ്ങളുമൊക്കെ തന്നെ വികസനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ചപ്പാടുകളാണ്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മുകേഷ് കെ മണി അധ്യക്ഷനായിരുന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CR ശ്രീകുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഗീത S. പിള്ള, ബ്ലോക്ക് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ഷാജി പാമ്പൂരി, ലതാ ഷാജൻ, PM ജോൺ, ഡിവിഷൻ മെമ്പർമാരായ രഞ്ജിനി ബേബി, B. രവീന്ദ്രൻ നായർ, മിനി സേതുനാഥ്, ലതാ ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി. ഇടത്തംപറമ്പ് റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ കരുതൽ 2025 എന്ന പേരിൽ സാമൂഹിക ക്ഷേമ പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നു. ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് അസോസിയേഷൻ ഓഫീസിൽ ചേരുന്ന യോഗത്തിൽ ഗ്രന്ഥശാല പ്രവർത്തക AR മീന ഉദ്ഘാടനം ചെയ്യും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ നിർമ്മിച്ച 20 വീടുകളുടെ താക്കോൽ കൈമാറി. ഉമ്മൻചാണ്ടിയുടെ ജന്മദിനത്തിൽ കാരുണ്യ പദ്ധതികളുടെ നിറമഴ. ദേവസ്വം ക്ഷേത്രങ്ങളുടെ മോചനത്തിനായി കർമ്മ പദ്ധതികൾ ആവിഷ്കരിക്കാൻ ഹിന്ദു ഐക്യവേദി. നവംബർ 12-ന് എറണാകുളത്തെ ടെമ്പിൾ പാർലമെന്റ്. പരുമല തിരുമേനിയുടെ ഓർമ്മ പെരുന്നാളിന് തുടക്കം. ഇടുക്കി, കോട്ടയം ഭദ്രാസനങ്ങളുടെ പദയാത്ര ഭക്തിസാന്ദ്രം. പൊൻകുന്നം ഗവൺമെന്റ് GHSൽ 88 ലക്ഷം രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കം. സർക്കാർ സ്കൂളുകൾ മികവിന്റെ കേന്ദ്രങ്ങളെന്ന് തെളിയിക്കുകയാണെന്ന് മന്ത്രി VN വാസവൻ. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.